ദേ ഇതൊരു ബജ്ജിയാണെന്ന് മനസ്സിലായല്ലോ. ഇത് എന്ത് ബജ്ജിയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക, പക്ഷേ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് കരുതിയില്ല. എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ, നല്ല കിട്ടില്ല സാധനം കിട്ടും. അപ്പോൾ ഈ നമ്മുടെ ബജ്ജിയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആരാ? നമ്മുടെ മലയാളികൾ തന്നെയാണോ അതോ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന സാധനമാണോ? എന്തായാലും അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ഇട്ടേരെ. അപ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കാൻ തുടങ്ങാം. ദേ ഒടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കറക്റ്റ് പെർഫെക്റ്റ് സാധനം കിട്ടിയെന്ന്. ഞാൻ ഇത്ര ഓർത്തില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഇത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു. ഇതാ നമ്മുടെ കായൊക്കെ എടുത്ത് ഇതേപോലെ വൃത്തിയാക്കണം. തൊലിയൊക്കെ ഇതേ പയ്യെ നന്നായിട്ട് കളയണ്ട, ജസ്റ്റ് ആ മണ്ടയിലത്തെ കരിന്തൊലി മാത്രം ജസ്റ്റ് കളഞ്ഞെടുത്താൽ മതി. ഇതേപോലെ അങ്ങനെ നമ്മളെല്ലാം അതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ചെയ്താൽ മതി. നമ്മളിതുപോലൊക്കെ കത്തി വെച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇതേപോലെ ആക്കിയെടുത്തു. എന്നിട്ട് ഈ ഒരു സാധനം കൊണ്ട് ഇപ്പോഴാണ് ഉപകാരം ഉണ്ടായത്. കാരണം വാങ്ങിച്ച് വെച്ച പിന്നെ ഇത് എടുത്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര ഉപകാരപ്പെട്ടു. അങ്ങനെ അതൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇട്ടേക്കുന്ന ഉടുപ്പൊക്കെ ഊരി എൻ്റെ കുഞ്ഞിപ്പെണ്ണ് അവൾക്കറിയാവുന്ന പോലെ ഉടുപ്പിട്ടേക്കുന്നത് കണ്ട് എത്ര ഭംഗിയായിട്ട് ഇട്ടേക്കുന്നല്ലേ. ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ സംഭവിക്കുന്നത്. പിന്നെ ബാറ്റർ തയ്യാറാക്കാം. ആ ബൗളിന് കടലമാവ്, അതിൻ്റെ കാല് അരിപ്പൊടി, പിന്നെ കുറച്ച് കായം, പിന്നെ ഇതിൻ്റെ അകത്ത് സീക്രട്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. കുറച്ച് ബേക്കിംഗ് സോഡ ഇടണം, അതാണ് ഈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ എടുക്കുക. അതിനുശേഷം തിളച്ച എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ കായ മുക്കി പൊക്കി എണ്ണയ്ക്കകത്തോട്ടിടുക. കണ്ടോ, പൊങ്ങി വരുന്ന കണ്ടോ? ഇതാണ് നമ്മുടെ ബേക്കിംഗ് സോഡ ഒക്കെ ഇടുന്നതുകൊണ്ടുള്ള ഗുണം. ഒരുപാട് ബേക്കിംഗ് സോഡ ഒന്നും ഇടരുത് കേട്ടോ. അത്യാവശ്യത്തിന് കുറച്ച് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും. ഇങ്ങനെയാണ് നമ്മുടെ ബജ്ജിക്കടയിലൊക്കെ എടുക്കുന്നത് കണ്ടോ. കറക്റ്റ് അതേ പരുവത്തിൽ കിട്ടിയ കണ്ടോ. അപ്പോൾ കുറച്ചിട്ട് ഒരു അല്പമൊക്കെ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഒരുപാട് ഇടരുത്, ഒരുപാട് ഇട്ടാൽ അഴുക്കാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്കെല്ലാം പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിച്ചേക്കണേ. ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരുണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ചമ്മന്തിയും കൂട്ടി അപ്പോൾ കഴിക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.